ഇന്നലെ നമുക്ക് കിട്ടിയ കുമ്പളങ്ങിയില്ലേ, അത് നമുക്കൊന്ന് കുറച്ചെടുത്ത് മെഴുക്കോട്ട് വെക്കും. ഈ കുമ്പളങ്ങ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. നമുക്കിപ്പോൾ കുറച്ച് ആവശ്യമുള്ളൂ, അപ്പോൾ അതനുസരിച്ച് ഞാൻ എടുക്കുന്നത്. ഞാൻ ഈ കുമ്പളങ്ങ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സ്മോൾ പീസസ് ആക്കാം. ഇത് നമുക്ക് വെച്ചിട്ട് നമുക്കിതിനെ സ്മോൾ പീസ് ആക്കാം. ഞാനിപ്പോൾ ഇതിനെ സ്മോൾ പീസസ് ആക്കിയിട്ടുണ്ട്. സ്മോൾ പീസസ് എന്ന് വെച്ചാൽ 3 പീസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കാം. അതിന് മുമ്പ് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തൊലിയും നമുക്ക് കണ്ടിച്ച് കളയാം. ഇനി ഇത് ചെറിയ പീസാക്കാം. ഇങ്ങനെ ഇത്രയും പീസാക്കിയാൽ മതി. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ അമ്മമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഈ കുമ്പളങ്ങ മെഴുക്കോട്ട് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് കുമ്പളങ്ങ ഇടാം. കുമ്പളങ്ങയെല്ലാം ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശകലം ഉപ്പാണ്. അത് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി വെന്ത് കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേണ്ട. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ എരിവിന് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. ഇതിൽ കടുവൊന്നും ഞാൻ ചേർക്കാത്തതിൻ്റെ കാരണം എൻ്റെ അമ്മമ്മയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കടുക് ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ അമ്മ അതിൽ പല്ലില്ലാത്തതുകൊണ്ട് കടിക്കും. അപ്പോൾ അമ്മമാർക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവിന് ആവശ്യമുള്ള, ഇതിന് അധികം വേവില്ല എങ്കിൽ പോലും എൻ്റെ അമ്മയ്ക്ക് കഴിക്കാനായതുകൊണ്ട് ഞാൻ നല്ലോണം വേവിക്കും. അതുകൊണ്ട് നമുക്കിനി വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പല്ലില്ലാത്ത അമ്മമാർക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് ഈ കുമ്പളങ്ങ, വെള്ളരിക്ക, ഇതൊക്കെ മെഴുക്കുവരട്ടി കൊടുക്കണം. അപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെ തികയത്തില്ലല്ലോ വീടിനിട്ട്. അപ്പം നമ്മുടെ കുമ്പളങ്ങ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.